VPNs റൺ ചെയ്തിട്ടുണ്ടാവും. ഞാൻ കാണിക്കാം. ഒരു മെഷീൻ കാണിക്കാം. കൂടുതൽ വ്യൂവേഴ്സ് ഒക്കെ ഞങ്ങൾ നേടിത്തരാം എന്ന് പറഞ്ഞ് കുറെ പേര് നമ്മളോട് പരസ്യം ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ജസ്റ്റ് മാത്രമല്ല, എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നൊരു പ്രാക്ടിക്കൽ ഡെമോയുടെ ഞാനൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രോഗ്രാം വഴി കാണിച്ചു തരാം എങ്ങനെയാണ് ആളുകൾ ഇത് എടുക്കുന്നത്. പ്രോഗ്രാം റൺ ചെയ്തപ്പോഴത്തേക്ക് ഇത് എനിക്ക് 118 വിൻഡോസ് മെഷീൻസ് ക്രിയേറ്റ് ആയി ഇതിനകത്ത്. അതായത് ഞാൻ 118 പേരെടുത്ത് എൻ്റെ വീഡിയോസ് ഒന്ന് കാണാമോ എന്ന് ചോദിക്കുന്ന അതേ എഫക്റ്റാണ് ഞാനിവിടെ 118 വിൻഡോസ് മെഷീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ മെഷീൻസിനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ഈ മെഷീൻസിൻ്റെ എല്ലാം ഞാൻ IP മാറ്റും. നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം ഒരു IP ഉണ്ട്. ഇനി ഈ മെഷീൻസിനകത്തെല്ലാം ഞാൻ VPNs റൺ ചെയ്തിട്ടുണ്ടാവും. ഞാൻ കാണിക്കാം. ഒരു മെഷീൻ കാണിക്കാം. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഈ 100+ കമ്പ്യൂട്ടേഴ്സിൽ കൂടെ റൺ ചെയ്യും. എന്നിട്ട് എൻ്റെ വ്യൂസ് കൂടും. അതാണ് ആ പ്രോഗ്രാം. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വഴിയിലുള്ള വ്യൂസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസിനും എൻ്റെ ചാനലിലും ഞാനത് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നുമില്ല. കാരണം അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ടിക്കായിട്ട് എങ്ങനെയാണ് വ്യൂവേഴ്സ് കൂടുന്നത്, വാച്ച് അവേഴ്സ് കൂടുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഈ പറഞ്ഞ അപ്രോച്ചുകൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് നമ്മൾ വാച്ച് അവേഴ്സും വീഡിയോസും പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല. വീഡിയോസ് ആരും ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ യൂട്യൂബ് പിന്നെ നിങ്ങളുടെ വീഡിയോസ് ആർക്കും റെക്കമെൻഡ് ചെയ്യാതെ പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ആയി, നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് ഒക്കെ കിട്ടി, പക്ഷേ നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് പിന്നെ റീച്ചുകൾ ഒന്നുമേ കിട്ടാൻ പോകുന്നില്ല. അതിന്റെ റീസൺ എന്താണ്? ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പലപ്പോഴും യൂട്യൂബിലുള്ള ആളുകൾ, അല്ലെങ്കിൽ പുതിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവരായിക്കോട്ടെ, ഇനി വരാൻ പ്ലാൻ ചെയ്യുന്നവരായിക്കോട്ടെ, ഒരുപാട് മെസ്സേജസ് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ യൂട്യൂബിനെ ഞങ്ങൾ മോണിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ യൂട്യൂബിന് കൂടുതൽ വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് ഒക്കെ ഞങ്ങൾ നേടിത്തരാം എന്ന് പറഞ്ഞ് കുറെ പേര് നമ്മളോട് പരസ്യം ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ജസ്റ്റ് മാത്രമല്ല, എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നൊരു പ്രാക്ടിക്കൽ ഡെമോയുടെ ഞാനൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രോഗ്രാം വഴി കാണിച്ചു തരാം എങ്ങനെയാണ് ആളുകൾ ഇത് എടുക്കുന്നതെന്ന്, അല്ലെ? അപ്പൊ അതിനു മുമ്പ്, നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്റെ ചാനലിൽ കൂടെ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ചാനലിൽ കൂടെ നമ്മൾ കൂടുതൽ ബാംഗ്ലൂരെ കുറിച്ചും IT യെ കുറിച്ചും ഒക്കെ ഉള്ള കുറെ ഇൻഫർമേഷൻസ് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ നമുക്ക് കുറെ വീഡിയോസും ഉണ്ട്. അപ്പൊ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇവർ ഈ ഫേക്ക് വ്യൂസ് നമുക്ക് തരുന്നത്. ഞാനൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞാൻ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ കൂടെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് വ്യൂവേഴ്സ് കൂടുന്നത്, വാച്ച് അവേഴ്സ് കൂടുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഈ പറഞ്ഞ അപ്രോച്ചുകൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് നമ്മൾ വാച്ച് അവേഴ്സും വീഡിയോസും പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല എന്നും നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ഡെമോ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഈ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ ഒരു സെർവർ എടുത്തിട്ടുണ്ട്, ഒരു സെർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെർവറിനകത്ത് ഞാൻ പല യൂസേഴ്സിനെ, പല കമ്പ്യൂട്ടേഴ്സിനെ, വെർച്വൽ കമ്പ്യൂട്ടേഴ്സിനെ സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 100+ കമ്പ്യൂട്ടേഴ്സിനെ സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്റെ യൂട്യൂബ് വീഡിയോസ് ഈ 100+ കമ്പ്യൂട്ടേഴ്സിൽ കൂടെ റൺ ചെയ്യും. എന്നിട്ട് എന്റെ വ്യൂസ് കൂടും. അതാണ് ആ പ്രോഗ്രാം. ഇതേ സെയിം പ്രോഗ്രാംസ് ആണ്, സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അവരും ചെയ്യുന്നത്. ഇതേ സെയിം സാധനം തന്നെ. നമുക്ക് പ്രോഗ്രാം എഴുതാൻ അറിയാവുന്ന ആർക്കും ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഓക്കെ, നിന്റെ വീഡിയോസ്, നീ ഇപ്പൊ ഇത്രയും വ്യൂസ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, പക്ഷെ നിന്റെ വീഡിയോസിനൊന്നും കാര്യമായിട്ടുള്ള വ്യൂസ് ഇല്ലല്ലോ എന്ന്. ഞാനൊരു ന്യൂ യൂട്യൂബർ ആണ്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വഴിയിലുള്ള വ്യൂസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസിനും എൻ്റെ ചാനലിലും ഞാനത് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നുമില്ല. കാരണം അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. എന്റെ ചാനലിൽ ഞാൻ ഓർഗാനിക് വ്യൂസ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീഡിയോസ് നോക്കുമ്പോൾ അതിന് ഒരു 40-50 ഷോർട്സിന് അല്ലാതെ ലെങ്തി വീഡിയോക്ക് 40-50 വ്യൂസ് ഒക്കെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് ജെന്യൂൻ വ്യൂസ് മാത്രമാണ്. ഞാൻ ഈ വഴി കൂടെ ഉള്ള വ്യൂസ് സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. സോ എന്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഡെമോയിലേക്ക് വരാം. എങ്ങനെയാണ് ഒരുപാട് വ്യൂസ് പാരലായിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പം നമുക്ക് എന്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഇതാണ് എൻ്റെ മാക്ബുക്ക് സ്ക്രീൻ.
ഞാൻ ഇവിടുന്നാണ് എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാം ഞാൻ റൺ ചെയ്തത്. നമ്മുടെ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ പ്രോഗ്രാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ടൈപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണിത്. ഇതാണ് നമ്മൾ യൂട്യൂബിൻ്റെ യൂട്യൂബിലേക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് എന്തുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കരുത്, ഒരിക്കലും എന്തുകൊണ്ട് നമ്മൾ വ്യൂസ് പൈസ കൊടുത്ത് വാങ്ങരുത് എന്ന ഡീറ്റെയിൽസ് ഞാൻ പറയാം, എന്താണ് എൻ്റെ കാര്യങ്ങളെന്ന് പറയാം. പക്ഷേ ഇങ്ങനെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്, അല്ലേ? ബാക്കി നമ്മുടെ കയ്യിൽ പൈസ മേടിച്ചിട്ട് വ്യൂസ് തരാമെന്നുള്ള ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഞാനൊരു സ്ക്രിപ്റ്റിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അറിയാമെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഒരു സെർവറാണ്. അതായത് ഇതെൻ്റെ ഒരു പവർഫുൾ സെർവറാണ്. ഒരു 1 TB മെമ്മറി ഉള്ള ഒരു സെർവറാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എൻ്റെ മാക്ബുക്ക് അല്ല, ഇതെൻ്റെ മാക്ബുക്കിൽ നിന്നും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സെർവറാണ്. 1 TB മെമ്മറി ഉള്ള ഒരു സെർവറാണ്. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ 118 എൻട്രീസ് അല്ലെങ്കിൽ VMs എന്ന് പറയും, വെർച്വൽ മെഷീൻസ്. എനിക്കറിയില്ല എല്ലാവർക്കും ടെക്നിക്കൽ ടേംസ് അറിയാമോ എന്ന്. ഞാൻ പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ട്രൈ ചെയ്യാം, എല്ലാവർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ. അതായത് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് 118 എൻട്രീസ്, അല്ലെ എത്ര എൻട്രീസ് വേണമെന്ന് ഞാനിവിടെ പ്രോഗ്രാം ചെയ്തു, ഞാനിവിടെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കോൺഫിഗർ ചെയ്യാം. ഞാനിവിടെ ഇതിനകത്ത് 120 എൻട്രീസ് എന്നാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ഓരോ എൻട്രിക്കും റാം 5 GB റാം വേണമെന്ന്. അപ്പം 120 ക്രിയേറ്റ് ആയില്ല, 118 ക്രിയേറ്റ് ആയി. ഓരോ എൻട്രിക്കും 5 GB റാം ഉണ്ട്. എന്താണ് ഈ ഓരോ എൻട്രി? ഇതിൽ ഓരോ എൻട്രീസും നിങ്ങളുടെ ഓരോ മെഷീനാണ്, ഓരോ ഡിഫറെൻറ്റ് മെഷീനാണ്. ഈ ഓരോ എൻട്രിക്കകത്തും ഞാൻ ഒരു വിൻഡോസിൻ്റെ ഇമേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ഞാനിപ്പോൾ ഈ എൻട്രി കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് ഇതിൻ്റെ IP നമ്മൾ നോക്കുകയാണ് 99, അല്ലേ? ഈ IP നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതാണ് ആ മെഷീൻ. എന്താണിത്? ഇതൊരു വിൻഡോസ് മെഷീനാണ്. നിങ്ങളുടെ ഒരു വിൻഡോസ് മെഷീൻ്റെ കൂട്ട് തന്നെ ഉണ്ടല്ലേ, അതിൽ നിങ്ങളുടെ ഒരു വിൻഡോസ് മെഷീൻ തന്നെയാണിത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഞാൻ എൻ്റെ പ്രോഗ്രാം റൺ ചെയ്തപ്പോഴത്തേക്ക് ഇതെനിക്ക് 118 വിൻഡോസ് മെഷീൻസ് ക്രിയേറ്റ് ആയി ഇതിനകത്ത്. അതായത് ഞാൻ 118 പേരെടുത്ത് എൻ്റെ വീഡിയോസ് ഒന്ന് കാണാമോ എന്ന് ചോദിക്കുന്ന അതേ എഫക്റ്റാണ് ഞാനിവിടെ 118 വിൻഡോസ് മെഷീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുപോലെ ലിനക്സ് മെഷീൻ വേണമെങ്കിൽ എനിക്ക് എൻ്റെ പ്രോഗ്രാമിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എനിക്ക് ലിനക്സ് മെഷീൻസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് ഉബുണ്ടു എന്ത് വേണമെങ്കിലും എനിക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഏത് ടൈപ്പ് മെഷീൻസിനെ വേണമെങ്കിലും എനിക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇനി അടുത്ത് എന്താണ് ചെയ്തത്? ഇനി ഇങ്ങനെ മെഷീൻസിനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ്, ഈ മെഷീൻസിൻ്റെ എല്ലാം ഞാൻ IP മാറ്റും. നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം ഒരു IP ഉണ്ട്. ഇനി ഈ മെഷീൻസിനകത്തെല്ലാം ഞാൻ VPNs റൺ ചെയ്തിട്ടുണ്ടാവും. ഞാൻ കാണിക്കാം, ഒരു മെഷീൻ കാണിക്കാം. ഈ മെഷീൻ്റെ അകത്തെല്ലാം VPNs റൺ ചെയ്തിട്ടുണ്ട്. VPNs റൺ ചെയ്ത് അതിൻ്റെ IPs മാസ്ക് ചെയ്യും. ഈ VMസിൻ്റെ ഈ വിൻഡോസിൻ്റെ മെഷീൻസിൻ്റെ IPs ഞാൻ മാസ്ക് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഈ മെഷീനിൽ നിന്ന് കാണും, യൂട്യൂബിലേക്ക് കാണും. അപ്പോൾ എന്താണ്, അപ്പോൾ യൂട്യൂബിൻ്റെ അടുത്ത് ഞാൻ പിന്നെയും കുറേ കാര്യങ്ങൾ ബ്ലഫ് ചെയ്യാൻ നോക്കും. എന്താണ് ഞാൻ പറയുന്നത്? ഈ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേ യൂസർ ഏജൻറ്റ് എന്ന കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പോകുന്നില്ല, വീഡിയോ ലെങ്ത് ആവും. അതായത് ഞാൻ യൂട്യൂബിനോട് പറയാണ്, ഞാൻ ഈ വീഡിയോ ആക്സസ് ചെയ്യുന്നത് എന്താണ്, ഉബുണ്ടു മെഷീനിൽ നിന്നാണ്, അല്ലെങ്കിൽ സെൻറ്റോയസ് മെഷീനിൽ നിന്നാണ്, അല്ലെങ്കിൽ വിൻഡോസിൽ നിന്നാണ്. ഞാൻ യൂട്യൂബിനോട് കള്ളത്തരം പറയാണ്. ആക്ച്വലി നമുക്കറിയാം ഞാൻ ആ വീഡിയോസ് കാണാൻ പോകുന്നത് ഈ വിൻഡോസ് മെഷീനിൽ നിന്നാണ്. പക്ഷേ ഞാൻ യൂസർ ഏജൻറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ യൂട്യൂബ് കരുതും ഓക്കെ ഇയാൾ ഈ വീഡിയോ കാണുന്നത് വേറൊരു മെഷീനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സിലെ മെഷീൻ വരുമ്പോഴത്തേക്ക് എന്താണ്, യൂട്യൂബിന് ഇതൊക്കെ ജെന്യുവിനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലീഗൽ യൂസേഴ്സ് ആണെന്ന് യൂട്യൂബിനെ നമ്മൾ വിശ്വസിപ്പിക്കും. അതാണ് ബേസിക്കലി ആളുകൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇതാണ് ആളുകൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പൈസ വാങ്ങിയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ സിമ്പിളായി ഞാൻ ഒരു ദിവസം കൂടി ഈ പ്രോഗ്രാം ഉണ്ടാക്കി എടുത്തതേ ഉള്ളൂ, നിങ്ങളെന്ത് ഡെമോ കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെമോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ്, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടേക്ക് പോകാം. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഇവിടെ റൺ ചെയ്യാണ്. ഞാൻ ആ സ്ക്രിപ്റ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ പൈത്തൺ സ്ക്രിപ്റ്റാണ് ഇതെല്ലാം. ഞാൻ റൺ ചെയ്തു. കണ്ടോ, ഇവിടെ ഞാൻ ഒന്നുമേ ചെയ്യുന്നില്ല. ഒരു ബ്രൗസർ ഓപ്പൺ ആയി, എൻ്റെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയി. നിങ്ങൾ കാണുന്നില്ല എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ? ഇപ്പം നിങ്ങൾ കണ്ടാൽ അറിയാം. ഞാൻ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കൈ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോണം. ഇപ്പം എന്താണ്, ഇപ്പം എൻ്റെ ചാനൽ കണ്ടോണേ. എൻ്റെ ചാനൽ റിഫ്രഷ് ചെയ്തു, വെറുതെ ഒന്ന് റിഫ്രഷ് ചെയ്തു. പിന്നെ ഇപ്പോൾ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, എൻ്റെ കൈ സ്ക്രീനിലേ ഇല്ല. നിങ്ങൾക്ക് മൗസ് പോയിൻ്റർ നോക്കിയാൽ അറിയാം. മൗസ് പോയിൻ്റർ സ്ഥിരമായി അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു മേലേക്ക് പിന്നെ എടുക്കും. ഇതൊക്കെ ഒരു റിയൽ ലൈഫ് യൂസേഴ്സിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂട്യൂബിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം എന്നിട്ട് നമ്മൾ ഇനിയും എന്താണ് ചെയ്യുന്നത്? അപ്പോൾ യൂട്യൂബിന് തോന്നും ഓക്കെ ഒരാൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തു, ഇനിയും എന്താണ്, കണ്ടോ വെറുതെ ഒരു ക്ലിക്ക് ചെയ്തു, പിന്നെ പുതിയൊരു ഒരു വീഡിയോസ് എടുത്തു. ഓക്കെ, ഞാനത് പോസ് ചെയ്തു. എൻ്റെ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ചെയ്തു. കണ്ടോ, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് എടുക്കാമെങ്കിൽ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് കൂടി കാണും.
അപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതൊന്നുകൂടെ ക്ലോസ് ചെയ്തു. ഞാനിതൊന്നുകൂടെ ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റെ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രോഗ്രാം പിന്നെ റൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് തന്നെ സംഭവിക്കും. എൻ്റെ വേറൊരു വീഡിയോ പ്ലേ ചെയ്യും അല്ലേ. എൻ്റെ അതേ സൈക്കിളിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നു, എൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിപ്പം ഒരു മെഷീൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അല്ലേ. ഇതിപ്പോൾ നമ്മൾ കണ്ട സെയിം സാധനം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഞാൻ കൈയൊന്നും വെച്ചിട്ടില്ല, എങ്ങും വെച്ചിട്ടില്ല. എൻ്റെ ചാനൽ പിന്നെ റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യും. ഇതൊക്കെ ഞാൻ പ്രോഗ്രാമാറ്റിക്കായി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ച പ്രോഗ്രാമിങ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു, വീണ്ടും ഇപ്പോൾ തിരിച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യും. ഇതൊക്കെ ഒരു ജെനുവിൻ യൂസറാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം, ഒരു ഇതാണ്. മേലേക്ക് സ്ക്രോൾ ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. എനിക്കറിയില്ല ഏത് വീഡിയോ ആണെന്ന്, റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യും. ഓക്കെ, കണ്ടോ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാണ്. സോ നമ്മളിപ്പം ഇത് ഈ മെഷീനിലാണ് നമ്മൾ എടുത്തത്. ഞാൻ ബാക്ക് വരികയാണ്, എൻ്റെ സെർവറിലേക്ക് വരികയാണ്. ഈ ഫസ്റ്റ് മെഷീനിൽ മാത്രമാണ് എൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിയാമെങ്കിൽ, നിങ്ങളിവിടെ പ്രോഗ്രാം അറിയാവുന്നവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരുപാട് ത്രെഡുകളുണ്ടാവും. ഒരുപാട് ഈ പാരലായി ഈ എല്ലാ മെഷീനിലേക്കും ഞാൻ ഈ ത്രെഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇവിടെ ഇരിക്കുന്ന 118 മെഷീനിലേക്കും എൻ്റെ വീഡിയോസ് ലോഞ്ച് ആയി തുടങ്ങും. അപ്പോൾ എനിക്ക് പല വീഡിയോസ് ഓരോരോ മെഷീനകത്ത് പ്ലേ ചെയ്യാവും. അപ്പോൾ എനിക്ക് 118 വ്യൂസ് കിട്ടും ഇല്ലേ. അപ്പം എനിക്ക് അതുപോലെ തന്നെ എനിക്ക് എത്ര വേണേൽ ചെയ്യാം. എനിക്ക് മെഷീൻസിൻ്റെ കൗണ്ട് കൂട്ടാം. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഒരു പവർഫുൾ സെർവറാണ്. എനിക്ക് 600 മെഷീൻസ് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ എനിക്ക് 600 പേരെടുത്ത് എനിക്ക് ലിങ്ക് എൻ്റെ വീഡിയോ ഒന്ന് കാണണമെന്ന് പറയുന്നതിന് പകരം എനിക്ക് എൻ്റെ പ്രോഗ്രാമാറ്റിക്കായിട്ട് എൻ്റെ വീഡിയോസ് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിൻലി. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ 4000 വാച്ച് അവേഴ്സ് ആക്കി തരാം, കാരണം മോണിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വാച്ച് അവേഴ്സ് വേണമല്ലോ, അത്ര വാച്ച് അവേഴ്സ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാം, മോണിറ്റൈസ് ചെയ്യാം, നിങ്ങൾ ഇത്ര പൈസ തരാമെങ്കിൽ എന്ന് പറഞ്ഞ ആളുകൾ വരും. അവർ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഡെമോ കാണിച്ചതേ ഉള്ളൂ. ഇത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ചെയ്യാൻ. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കഴിയുമ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം എൻ്റെ ഈ പ്രോഗ്രാമിൽ കൂടെ എനിക്ക് 118 എൻ്റെ ഈ പ്രോഗ്രാം റൺ ചെയ്യാമെങ്കിൽ എനിക്ക് 118 മെഷീനകത്തൂടെയും എനിക്ക് എൻ്റെ വീഡിയോസ് ലൈവായിട്ട് പ്ലേ ചെയ്ത് തുടങ്ങും. ഓക്കെ, അതെനിക്ക് മാറ്റാൻ പറ്റും. എനിക്ക് പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ബ്ലഫ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിനോട്. എൻ്റെ യൂസർ ഏജൻറ്റ്, അതായത് നമുക്കറിയാം ഞാനിത് പ്ലേ ചെയ്യുന്നത് വിൻഡോസ് മെഷീനിൽ കൂടെ ആണെന്ന് നമുക്കറിയാം. എൻ്റെ മാക്ബുക്കാണിത്, പക്ഷേ ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആ വിൻഡോസ് മെഷീനിൽ കൂടെയാണ്. ഞാൻ യൂട്യൂബിനോട് പറയാണ് അത് എൻ്റെ വിൻഡോസ് മെഷീൻ അല്ല, അതൊരു ഉബുണ്ടു മെഷീനാണ്, എൻ്റെ ബ്രൗസർ ഫയർഫോക്സ് ആണ്, ക്രോം അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ യൂട്യൂബിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യൂട്യൂബിന് തോന്നും ഓക്കെ, പല യൂസേഴ്സ് പല മെഷീനിൽ കൂടെ പല ബ്രൗസറിൽ കൂടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അപ്പം ഇതൊരു ലീഗൽ ജെന്യുവിനായിട്ടുള്ള വ്യൂ ആണെന്ന് യൂട്യൂബ് കരുതും. അതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ബ്ലഫ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഒരു പ്രോഗ്രാമാറ്റിക്കലായിട്ട് ഇത് പൈത്തൺ പ്രോഗ്രാമാണ്, ഇത് ഞാൻ എഴുതിയ പ്രോഗ്രാമാണ്, പൈത്തൺ പ്രോഗ്രാമാണ്. ഇത് പ്രോഗ്രാമാറ്റിക്കായിട്ട് നമുക്ക് പ്രോഗ്രാം കോഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്കൊരു സെർവർ ഉണ്ടായിരുന്നു, കണ്ടോ, ഇത്രയും സെർവറിനകത്ത് എനിക്ക് ഇത്രയും മെഷീൻസിന് എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്തത്. ഈ സെർവറിന് നല്ല വിലയാണ് കേട്ടോ. ഈ സെർവറിൻ്റെ ഇത് എൻ്റെ സെർവറൊന്നുമല്ല, ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു സെർവറാണ്. ഇതിൻ്റെ ഒറിജിനൽ സെർവറിന് നല്ല വിലയാണ്. ഇതിന് 6-7 CRs ഒക്കെ വിലയുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തമൊന്നുമല്ല ഈ സെർവേഴ്സ്. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് ഒരു സെർവർ ഉണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ ഒറ്റയടിക്ക് തന്നെ 110 വ്യൂ കൂടും. എത്ര വ്യൂസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ. അതാണ് നമുക്ക് ആളുകൾ വ്യൂസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറമേ പറഞ്ഞുതരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണണേ. ബാക്കി കുറേ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കണ്ടു കാണുമല്ലോ. ഞാനൊരു സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ 118 യൂസേഴ്സിനെ വെച്ച് വ്യൂസ് കിട്ടുന്നത് കണ്ടു കാണുമല്ലോ. അപ്പോൾ അത് എനിക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും. എനിക്ക് 6 ചാനൽ വേണം എനിക്കത് ചെയ്യാൻ പറ്റും. ബൈ ദ വേ, ഈ വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്ത് എനിക്ക് വ്യൂസ് കിട്ടി തരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരരുത്. ഞാൻ എൻ്റെ ബിസിനസ് അതല്ല, ഞാനത് ചെയ്യുന്നില്ല, ഞാനത് എൻകറേജും ചെയ്യുന്നില്ല. ഇനി അതിന്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലെ ഒരാളുടെ അടുത്ത് ഇതുപോലെ ഒരു 20,000, 30,000, 50,000 ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ പ്രോഗ്രാംസ് റൺ ചെയ്യും. ഇനി അതിന്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വ്യൂസ് കിട്ടുകയും ചെയ്യും.
ഇപ്പൊ ഞാൻ ഈ കാണിച്ച പ്രോഗ്രാംസ് റൺ ചെയ്താലും എനിക്ക് വ്യൂസ് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് അത് എന്റെ ചാനലിൽ ചെയ്യാത്തത്? അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ട പോലെ അതിനെല്ലാം ചെറിയ വ്യൂസ് ആയിരിക്കും, 40-50 ഓർഗാനിക് വ്യൂസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ഓർഗാനിക് അല്ലാത്ത ഒരു വ്യൂ വേണ്ടാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടെ റൺ ചെയ്യുന്നു. യൂട്യൂബ് എന്ന് പറയുമെങ്കിൽ ഒരു 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 ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം യൂട്യൂബ് നമ്മുടെ ഓരോ മോഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഓരോ മൂവ്മെന്റിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്തതിനു ശേഷമാണ് യൂട്യൂബ് തീരുമാനിക്കുന്നത് ഇവന്റെ വീഡിയോ അല്ലെങ്കിൽ ഇവളുടെ വീഡിയോ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യണമെന്ന്. ഇപ്പം ഞാനിപ്പം ഒരാളടുത്ത് നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ, നമുക്ക് VPN സെർവേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ആ ഓരോ വിൻഡോസ് മെഷീനകത്ത് നമ്മൾ VPN സെർവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 118 വ്യൂസ് പോകുന്നത് 118 വ്യൂസും 118 ഡിഫറെന്റ് IPC നിന്നാണ്, ഡിഫറെന്റ് ബ്രൗസേഴ്സിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ നമ്മളോട് യൂട്യൂബിനെ കൺഫ്യൂസ് ആക്കുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നമുക്ക് പല പല IPs വേണമെങ്കിൽ നമുക്ക് പല പല VPNs യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ പല പല രാജ്യത്തിന്റെ VPNs യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ യുഎസിന്റെ VPNs യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ വ്യൂസ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ടീംസ്, ആ കമ്പനി നിങ്ങളുടെ വീഡിയോസ് ചിലപ്പോൾ US നിന്നായിരിക്കും കാണുന്നത്, UK നിന്നായിരിക്കും കാണുന്നത്, കാനഡയിൽ നിന്നായിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് വ്യൂസ് കിട്ടും, അതിനൊരു സംശയമില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിന്റെ അൽഗോരിതത്തിന് എന്താണ് ചെയ്യുന്നത്? നമ്മൾ യൂട്യൂബിന്റെ അൽഗോരിതത്തിനെ കൺഫ്യൂസ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് ആദ്യമേ നിങ്ങളുടെ കുറെ വീഡിയോസിന്റെ വ്യൂ US നിന്ന് വന്നു. അപ്പൊ യൂട്യൂബിന് തോന്നും ഓക്കെ, ഇവന്റെ വീഡിയോയ്ക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ US അല്ലെ? അപ്പം അതുപോലെ ആ വീഡിയോ കണ്ട ആളുകൾ ഹിസ്റ്ററി നോക്കും യൂട്യൂബ്. ആ ഹിസ്റ്ററി ഇവര് പല പല ആളുകൾക്ക് വേണ്ടി വീഡിയോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവരൊരു തമിഴനായിട്ടുള്ള ഒരു തമിഴ്നാട്ടുകാരനോട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും, തെലുങ്കിനുണ്ടാവും, ഒരു ഇംഗ്ലീഷുകാരന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ കണ്ടിരിക്കുന്ന യൂട്യൂബ് അതിന്റെ ഹിസ്റ്ററീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേഗമാണ്. അപ്പൊ യൂട്യൂബിന് കൺഫ്യൂഷൻ ആവും. നിങ്ങളുടെ വീഡിയോസ് ഈ തമിഴ് തെലുങ്കും ഒക്കെ കണ്ട ഒരാൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഇനി തമിഴന്മാർക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ള ആളുകൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ പുഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യൂട്യൂബ് നേരെ അവർക്ക് റെക്കമെൻഡ് ചെയ്യും. അതായത് യൂട്യൂബ് ഹിസ്റ്ററീസ് ഉണ്ടാക്കിയിട്ട് ആ ഹിസ്റ്ററിക്ക് അനുസരിച്ചുള്ള ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അവരൊരിക്കലും നിങ്ങളുടെ വീഡിയോ, അതായത് ഈ തമിഴ് ഒരു അല്ലെങ്കിൽ വേറെ ഒരു ലാംഗ്വേജ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റെഫർ ചെയ്യും. അവരൊരിക്കലും നിങ്ങളുടെ വീഡിയോ കാണില്ല, അവർ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും. അപ്പൊ എന്താണ് അത്? നിങ്ങളുടെ നെഗറ്റീവ് ആണ്, അതായത് നിങ്ങളുടെ ക്ലിക്സ് അവിടെ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് താണു പോകും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് യൂട്യൂബിന് നിങ്ങളുടെ വീഡിയോസ് ആരും ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ യൂട്യൂബ് പിന്നെ നിങ്ങളുടെ വീഡിയോസ് ആർക്കും റെക്കമെൻഡ് ചെയ്യാതെ പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ആയി, നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് ഒക്കെ കിട്ടി, പക്ഷേ നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് പിന്നെ റീച്ചുകൾ ഒന്നുമേ കിട്ടാൻ പോകുന്നില്ല. അതിന്റെ റീസൺ എന്താണ്? നിങ്ങളുടെ പഴയ ഹിസ്റ്ററിക്ക് അനുസരിച്ചാണ്, നിങ്ങളുടെ ഹിസ്റ്ററിക്ക് അനുസരിച്ചാണ് യൂട്യൂബ് അതിന്റെ പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പുഷ് ചെയ്യുന്ന കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് വ്യൂ എങ്കിൽ നിങ്ങളുടെ വീഡിയോസ് പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന മലയാളി കമ്മ്യൂണിറ്റിക്കായിരിക്കും. അപ്പൊ പല പല സ്ഥലത്തുനിന്ന് ആളുകൾ വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോയുടെ പ്രൊഫൈലിംഗ് ശരിയാവില്ല. യൂട്യൂബ് എങ്ങനെയോ റാൻഡമായിട്ട് കുറെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ വീഡിയോ ഒരു ഇംഗ്ലീഷുകാരനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ആലോചിക്കും, നിങ്ങൾ മലയാളത്തിലുള്ള ഒരു വീഡിയോ ഒരു ഇംഗ്ലീഷുകാരനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ആലോചിക്കും, ആരെങ്കിലും ക്ലിക്ക് ചെയ്യുമോ? ഇല്ല. അവര് ചിലപ്പോൾ നോട്ട് റിലേറ്റഡ് ടു മീന്നും നോട്ട് റെലവന്റ് ടു മീന്ന് പറഞ്ഞ് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് പ്രൊമോഷൻ ചെയ്യുന്നത് നിർത്തും. അപ്പൊ നിങ്ങൾ പതുക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ റീച്ച് കുറഞ്ഞു വരും. മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിന് കറക്റ്റായിട്ട് നമ്മളുടെ പ്രൊഫൈലിംഗ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് യൂട്യൂബിന് വീഡിയോ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പല പല IPസിൽ നിന്ന് പല പല ബ്രൗസേഴ്സിൽ നിന്നൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ യൂട്യൂബിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആളുകളുടെ പെർഫെക്ഷൻ അനുസരിച്ചിരിക്കും. ഇവരെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയില്ല. ഇവർ ഒരുപാട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീഡിയോസ്, ഇപ്പൊ ഞാൻ കാണിച്ച പോലെ 118 മെഷീൻസ് ഉണ്ടെന്ന് വെച്ചു. ആ 118 മെഷീൻസിൽ നിന്ന് പാരലായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ആക്സസ് ചെയ്യാമെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഇതെന്തോ ഒരു ബോട്ട് പോലെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണോ എന്ന് യൂട്യൂബിന് സംശയം തോന്നും. അങ്ങനെ യൂട്യൂബിന് സംശയം തോന്നിക്കഴിയാമെങ്കിൽ യൂട്യൂബ് എന്താണ് നിങ്ങളുടെ വീഡിയോ പുഷ് ചെയ്യുന്നത് നിർത്തി വെക്കും. അപ്പം ഇങ്ങനെ പിന്നെ മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം എനിക്ക് ജസ്റ്റ് വീഡിയോ എന്ന് പറയാനുള്ളത്, നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വാച്ച് അവേഴ്സ് തയ്ക്കാൻ വേണ്ടി നമ്മൾ വേറെ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ഐഡിയാസ് കൂടെ പോയി കഴിയുമെങ്കിൽ ചിലപ്പോൾ മോണിറ്റൈസ് ആവും, പക്ഷെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ റീച്ച് വളരെ വളരെ കുറയും. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്റെ ചാനലിൽ 40-50 സബ്സ്ക്രൈബേഴ്സ് എത്ര 150 പേരേ ഉള്ളൂ. ബട്ട് ഐ ആം ഹാപ്പി ഓൺ ദാറ്റ്. എനിക്ക് 40-50 വ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് ബെറ്റർ ആയിട്ട് തോന്നുന്ന വീഡിയോസ് ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്ടമുള്ള യൂസേഴ്സ് വരുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്, അതാണ് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ അല്ലെങ്കിൽ തന്നെ പറഞ്ഞ എനിക്ക് പ്രോഗ്രാം റൺ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. സ്വന്തം പൈസ പോലും കൊടുക്കണ്ട, ഞാൻ കാണിച്ചു തന്നു, ഡെമോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ വളഞ്ഞ വഴി കൂടെ പോകാതിരിക്കുക, നമുക്ക് നേരെയുള്ള ഇതിൽ കൂടെ ചെയ്യുക. അതാണ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്
അടുത്ത ദിവസം മുതൽ വ്യൂസ് കുറഞ്ഞു പോകും. പിന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കരുതാ എങ്ങനെ എനിക്ക് ആ വീഡിയോ വ്യൂസ് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കേണ്ട, ഞാനത് ചെയ്തില്ല. കാരണം ആ വഴി കൂടെ ഞാൻ പറഞ്ഞ പോലെ പോകാൻ പ്ലാൻ ചെയ്തില്ല. പക്ഷേ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്നവർ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ആളുകളെ അറിയാം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോസ് ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയാം എൻ്റെ എഡിറ്റിംഗ് ഒന്നും അത്ര ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒരു സിംഗിൾ ഷോട്ടിൽ എടുത്താണ് ഇടുന്നത്. ഞാനൊരു IT വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് അതിൻ്റെ കൂടെയുള്ള വർക്കിൻ്റെ കൂടെ ഞാൻ സ്പെയർ ടൈം കിട്ടുമ്പോഴാണ് ഇതൊരു പാഷനായിട്ട് മാത്രം ചെയ്യുന്നതാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.